Hello കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അനദർ എൻ്റർടൈനിങ് എപ്പിസോഡ് ഓഫ് കാവേരീസ് കിച്ചൺ വണ്ടേഴ്സ്. അപ്പോൾ എല്ലാവരും ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് ഗ്രീൻ ജ്യൂസും ഗ്രീൻ ആപ്പിൾ പിക്കിളും ഒക്കെ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു കിച്ചടി ഉണ്ടാക്കിയാലോ. ഗ്രീൻ ആപ്പിൾ വെച്ചിട്ട് തന്നെ എങ്ങനെയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള 2 മിനിറ്റ് ഗ്രീൻ ആപ്പിൾ കിച്ചടി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കിന്ന് ആപ്പിൾ വെച്ചിട്ട് കിച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. തൈര് നമുക്ക് ഒരു 6-7 ടേബിൾ സ്പൂൺ തൈര് വേണം. അത് ഞാൻ ജസ്റ്റ് മിക്സിയിലിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഒത്തിരി അങ്ങ് മോര് പോലെ ഒന്നും ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കട്ടയൊക്കെ നുടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. കണ്ടോ, ഇതുപോലെ. നമുക്ക് ഒരുപാട് മോര് പോലൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇതുപോലെ കട്ടിയായിട്ട് തന്നെ ഇരിക്കണം. കൺസിസ്റ്റൻസി ഉണ്ടോ, പക്ഷേ അതിൻ്റെ കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിങ്ങനെ ചെയ്തത്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം. ഏത് ബൗളിലാണോ നമ്മൾ പച്ചടി പ്രിപ്പയർ ചെയ്യുന്നത് ആ ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ഗ്രീൻ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ചോപ്പറിലിട്ട് വളരെ ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തിട്ട് വരുവാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറുതാക്കി, നമ്മൾ കിച്ചടിക്കൊക്കെ അരിയത്തില്ലേ, വെള്ളരിക്കൊക്കെ അരിയുമല്ലോ, അതുപോലെ വളരെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചോപ്പ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സമയം ലാഭിക്കാമല്ലോ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കിച്ചടി. അപ്പോൾ നമ്മൾ ചോപ്പറും കൂടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒട്ടും സമയം വേണ്ട. നമുക്കൊരു 5 മിനിറ്റ്സ് കൊണ്ട് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. വളരെ ടേസ്റ്റിയാണ്, അതേസമയം ഡെലിഷ്യസ് ആണ്, ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ഇതുപോലെ കുരുവൊക്കെ മാറ്റി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ ജസ്റ്റ് ചോപ്പറിലിട്ടങ്ങ് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ, ഞാനിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന കാരണം എനിക്ക് സമയമൊന്നും കിട്ടാറില്ല കട്ട് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫുഡ് പ്രോസസ്സറാണ് എൻ്റെ ചോപ്പർ. അപ്പോൾ അതുപോലെ നിങ്ങൾ ബിസി ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോലിയൊക്കെ തീർത്ത് എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോപ്പർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഉള്ളവർ അത് യൂസ് ചെയ്യാം. കൂട്ടുകാരെ, ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ട് വന്നിട്ടുണ്ട്. ആപ്പിള് കണ്ടോ, വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞാനിനി ഉടനെ തന്നെ ആപ്പിള് ചോപ്പ് ചെയ്തതിന് ഉടനെ തന്നെ തൈരിൻ്റെ കൂട്ടിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അല്ല എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിള് കറുത്തു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ നമ്മൾ തൈര് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ആപ്പിൾ ചോപ്പ് ചെയ്തെടുത്തിട്ട് വന്ന ഉടനെ, അല്ലെങ്കിൽ കട്ട് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഈ തൈരിൻ്റെ മീഡിയത്തിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ ഒരിക്കലും കളറ് ചേഞ്ച് ആവത്തില്ല, ആ വൈറ്റ് കളറായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഉള്ള ഒരു അരപ്പും കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് താളിച്ചും ചേർക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനുള്ള അരപ്പ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് കിച്ചടിക്കുള്ള അരപ്പുണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് പച്ചമുളക്, ഒരു ഉണ്ടമുളകാണ് എടുത്തിട്ടുള്ളത്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. കടുക് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഞാനിപ്പോൾ ആഡ് ചെയ്യുന്നില്ല. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചല്ല അരപ്പുണ്ടാക്കുന്നത്, അതിന് പകരം നമ്മൾ ആഡ് ചെയ്യുന്നത് തൈരാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഈ മിക്സിയുടെ ജാറിലാണ് ഞാൻ തൈര് ആദ്യം ഇട്ട് ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്തത്. അത് കാരണമാണ് ഈ സൈഡിലൊക്കെ തൈര് ഇരിക്കുന്നത്. ആ മിക്സി ഞാൻ കഴുകിയിട്ടില്ല, അതിലോട്ട് തന്നെയാണ് ഈ തേങ്ങയുടെ കൂട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരാം. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ തൈരിൻ്റെ കൂട്ടിലോട്ട് ചേർത്ത് മിക്സ് ചെയ്യണം. ഒരു വലിയ ബൗൾ എടുക്കുക, അതിലോട്ട് നമുക്ക് ഈ അരപ്പിൻ്റെ കൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച തൈരിൻ്റെ കൂട്ടും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം.
ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് താളിച്ച് ചേർക്കണം. താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആപ്പിൾ കിച്ചടി റെഡി. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്. ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നാൽ മതി, കരിഞ്ഞൊന്നും പോകാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ യെല്ലോ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇത് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കാം.